ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മല്ലു സ്പീക്കിംഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. 2023 ഡിസംബറിൽ റിലീസായിട്ടുള്ള തമിഴ് മൂവിയായിട്ടുള്ള മതിമാരൻ എന്ന സൈക്കോ ത്രില്ലി മൂവിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സൈക്കോ ഒരു പെൺകുട്ടിയെ വെട്ടി നുറുക്കിയിട്ട് അവളുടെ ശരീരം ഒരു ലേക്കിൽ കൊണ്ടുപോയി ഇടുന്നതാണ് കാണിക്കുന്നത്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് മാരൻ എന്ന നമ്മുടെ ഹീറോയാണ്. അവനെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് എടുത്ത് ചാടാണ്. എന്നാൽ തൻ്റെ ചേച്ചിയെ ഓർമ്മ വന്നിട്ട് അവൻ എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയിട്ടുള്ള ചേച്ചിയെ കാണാനായിട്ട് അവൻ ചെന്നൈയിലേക്ക് പോവാണ്. ഈ സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവർ ലേക്കിൽ നിന്ന് മീൻ പിടിച്ച പെൺകുട്ടിക്ക് മീനിൻ്റെ വായിൽ നിന്നും ഒരു ഗോൾഡ് റിംഗ് കിട്ടിയ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാരൻ അയാളെയും കൂട്ടി സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതേ സമയം ചെന്നൈയിൽ കല്യാണം കഴിഞ്ഞ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുകയാണ്. അവളുടെ തലയിൽ ആണി കൊണ്ട് തറച്ചിട്ടുണ്ട്, ആസിഡും ഒഴിച്ചിട്ടുണ്ട്. ഇതേ രീതിയിലുള്ള 6ാമത്തെ കൊലപാതകമാണിത്. ഇൻവെസ്റ്റിഗേഷൻ നന്നായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഫ്ലാറ്റിൻ്റെ വാച്ച്മാനോട് ഇൻസ്പെക്ടർ അപമര്യാദയെ പെരുമാറുന്നത് കൊണ്ട് അയാൾ ഒട്ടും തന്നെ ഇൻവെസ്റ്റിഗേഷന് സഹകരിക്കുന്നില്ല. മാരൻ ഇപ്പോൾ സ്റ്റേഷനിൽ ആരെയോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അവൻ്റെ ചേച്ചി, അതായത് മതിയും മാരനും ടിങ്സ് ആണ്. അച്ഛനൊരു പോസ്റ്റ്മാനാണ്. മാരൻ 3 അടിയിൽ കൂടുതൽ വളരില്ലെന്ന് ഡോക്ടർ പറയാണ്. എന്നാൽ പരസ്പരം നിങ്ങൾ എപ്പോഴും സ്നേഹത്തോടെ ഒരുമിച്ചുണ്ടാവണമെന്ന് അച്ഛൻ മക്കളോട് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മതിയാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, മാരനാണെങ്കിൽ ക്ലാസ് ടോപ്പർ. എങ്കിലും ടീച്ചർ അവനെ കളിയാക്കിയിട്ടാണ് വിഷ് ചെയ്യുന്നത്. പിന്നെ അവിടെയുള്ള കുട്ടികളെല്ലാവരും കുള്ളൻ എന്ന് പറഞ്ഞ് അവൻ എപ്പോഴും കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മതിയാവട്ടെ, ഇനി ആരെങ്കിലും എൻ്റെ അനിയനെ ബോഡി ഷേമിങ് ചെയ്താൽ അവൻ്റെ മൂക്കിനിട്ട് ഇടിക്കുമെന്ന് പറയാണ്. അങ്ങനെ അവർ പലരുടെയും മൂക്കിനിട്ട് ഇടിക്കുന്നുണ്ട്. മാരൻ ടോപ്പ് സ്കോർ വാങ്ങിയതിനാൽ തന്നെ അവൻ ആഗ്രഹിച്ച കോളേജിൽ ചേർന്ന് അവൻ പഠിക്കുന്നു. മതിയാവട്ടെ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതിനാൽ തന്നെ അവൻ വേറെ കോളേജിലായിരുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് വീണ്ടും മാരനെ തന്നെ കാണിക്കുകയാണ്. പ്രഭാവതി എന്നൊരു ഇൻസ്പെക്ടർ അങ്ങോട്ട് വരികയാണ്. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് മാരൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. എന്നാൽ പ്രഭ മാരനെ കണ്ട് കരഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മാറിൻ്റെ കോളേജ് ലൈഫാണ്. മാറിൻ്റെ കോളേജിലാണ് പ്രഭയുള്ളത്. പ്രഭയെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് ചെക്കന്മാർ ഉരുളം കല്ലെടുത്ത് പൊന്തിക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ പ്രഭയ്ക്ക് മാറിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അവർ വൈകാതെ തന്നെ നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. പ്രഭ മാറിനെ ഒരു കോളേജ് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് പെർഫോം ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അവനെ കളിയാക്കിയ കുട്ടികൾക്കിടയിലൂടെ മാരൻ കയറി വന്ന് സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കൈയടികൾ ഏറ്റുവാങ്ങാണ്. നെക്സ്റ്റ് ഡേ ഏതൊരു പൊളിറ്റീഷ്യനെ ആരോ വെട്ടി നുറുക്കിയെന്ന് പറഞ്ഞിട്ട് കോളേജിന് ഓഫ് കൊടുക്കുകയാണ്. ഈ മരണത്തിനെതിരെ മാരന് ഒരു ഹിന്റ് കിട്ടാണ്. ആ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന പോലീസുകാരനൊന്നും ഇതൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയിരുന്നില്ല. മാരൻ അയാളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ഹിന്റ് പോലീസിന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇലക്ട്രീഷ്യൻ കറണ്ട് ഓഫ് ചെയ്ത സമയത്താണ് എതിർ കക്ഷിക്കാർ ഇലക്ഷന് ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ കൊന്നതെന്ന് പറയുന്നു. തുടർന്ന് മാരൻ നൽകിയ ഹിന്റ് വെച്ചിട്ട് ആ പോലീസുകാരൻ കേസ് അന്വേഷിക്കുകയും തുടർന്ന് കമ്മീഷണറായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ മാരൻ നാട്ടിൽ കുറച്ച് ഫേമസ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് മാറിന് പ്രഭയോട് പ്രണയം ഉടലെടുക്കുകയാണ്. അവളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ആ ഉരുളം കല്ലെടുത്ത് പോക്കുന്നൊക്കെ ഉണ്ട്. പ്രഭയ്ക്കും ഇത് ഇഷ്ടമാവുന്നുണ്ട്. പക്ഷെ അവർ പരസ്പരം അവരുടെ ഇഷ്ടം തുറന്നു പറയുന്നില്ല. ഈ ഇടയ്ക്കാണ് അവൻ അവൻ്റെ ചേച്ചിയോട് പ്രഭയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചേച്ചിയും അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം മാറിൻ്റെ ചേച്ചി ഒരു പ്രൊഫസറിൻ്റെ കൂടെ ഒളിച്ചോടി പോവാണ്. മാറിൻ്റെ അച്ഛനും അമ്മയും ഇതറിഞ്ഞ് ആത്മഹത്യ ചെയ്യാണ്. മാരനും ആകെ ഷോക്കാവുന്നുണ്ട്. മാരൻ അവൻ്റെ പഠിപ്പൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ജീവിതം അടുത്ത് മാരൻ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് നോക്കും. ഈ സീനാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ചേച്ചിയെ പിന്നീട് ഓർമ്മ വന്നിട്ട് അവൻ എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ ചേച്ചിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൻ ചെന്നൈയിലേക്ക് വന്നത്. പിന്നീട് മാറിൻ്റെ സ്റ്റോറികളൊക്കെ ഫ്രണ്ട് വഴി അറിയുന്ന പ്രഭ മാറിൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറയാണ്. പിന്നീട് ചില ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് അവൻ ചേച്ചിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് മാറിന് കൊടുക്കുകയാണ്. അങ്ങനെ മാരൻ ചേച്ചിയുടെ അഡ്രസ്സ് കണ്ടെത്തിയ വീട്ടിലേക്ക് ചെല്ലാണ്. എന്നിട്ട് ചേച്ചിയെ മീറ്റ് ചെയ്യുകയാണ്. അച്ഛൻ മരിച്ചതും അമ്മ മരിച്ചതും താൻ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാരൻ ചേച്ചിയോട് പറയുന്നുണ്ട്. എന്നാൽ അവൾ ഇതൊന്നും താൻ അറിഞ്ഞില്ലായിരുന്നു എന്നും താൻ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നെന്നും തൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് ക്ഷമിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മാറിന് മുന്നിൽ കരയാണ്. മാറിന് മതിയോട് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. ഇതേ സമയത്താണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. അത് മതിയുടെ കുഞ്ഞായിരുന്നു. മാരൻ പോയിട്ട് ആ കുഞ്ഞിനെ എടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മാറിന് മതിയോടുള്ള ദേഷ്യമൊക്കെ അങ്ങ് തീരാണ്. അങ്ങനെ മാരൻ മതിയോടൊപ്പം അവിടെ താമസിക്കുകയാണ്. പിന്നീട് അവിടെ ഒരു പൂജ നടക്കുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ പലഹാരം കൊടുക്കാനായിട്ട് മതി പോകുന്നുണ്ട്. എന്നാൽ തിരിച്ചു വന്നിട്ട് ഒരു വീട്ടിൽ മാത്രം ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഡോർ ഓപ്പൺ ആക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാരൻ എന്തോ സംശയം തോന്നുകയാണ്. അങ്ങനെ മാരനും കൂടെ ചെല്ലാണ്. അങ്ങനെ അവർ ജനൽ തുറന്ന് ഒപ്പം 2 പേര് സൂയിസൈഡ് ചെയ്യാൻ നോക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ മാരൻ അവരെ രക്ഷിക്കുകയാണ്.
സ്വന്തം അച്ഛനെയും അമ്മയെയും എനിക്ക് ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ലെന്നൊക്കെ മാരൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അവരോട്ട് അവരുടെ മകളെ കാണാതായിട്ട് കേസ് കൊടുത്തിട്ടും ഒരു വിവരമില്ല. ഇതേ തുടർന്നാണ് അവർ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. എന്നാൽ മാരൻ അയാൾക്ക് വാക്ക് കൊടുക്കുകയാണ്, നിങ്ങളുടെ മകളെ ഞാൻ കണ്ടെത്തി തരാമെന്ന് മാരൻ വാക്ക് കൊടുക്കുന്നു. അങ്ങനെ മാരൻ പ്രഭയും കൂട്ടി അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ കാണാതായ പെൺകുട്ടിയുടെ മാരേജ് ആയിരുന്നു. അവൾ ലാസ്റ്റായിട്ട് ഇൻവിറ്റേഷൻ കൊടുത്ത റൂട്ടിൽ മാരൻ അന്വേഷിക്കുകയാണ്. അവിടെ ഐസ് വിൽക്കുന്ന ആളോട് മാരൻ ചോദിക്കുന്നുണ്ട്. അയാൾ ആ പെൺകുട്ടിയെ കണ്ടിരുന്നെന്നും 2 പേർ ചേർന്നിട്ട് ഒരു കറുത്ത കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നും പറയുന്നു. മാരൻ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് അപ്പാർട്ട്മെന്റിൽ പെൺകുട്ടികളെ കൊന്നുകളയുന്നതുമായിട്ടുള്ള കേസുകൾ തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെന്ന് അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴാണ് മാരൻ മനസ്സിലാക്കുന്നത്, അതായത് പുതുതായിട്ട് അപ്പാർട്ട്മെന്റിൽ വരുന്ന ഫാമിലിയിലെ പെൺകുട്ടികളെയാണ് സൈക്കോ കൊല്ലുന്നത്. ഈ ഇൻഫർമേഷൻ പറയാനായിട്ട് സ്റ്റേഷനിലേക്ക് മാരൻ പോകുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ഇൻസ്പെക്ടർ അവൻ കുള്ളനാണെന്ന് പറഞ്ഞിട്ട് അവനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രഭ അവിടത്തെയൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ അപ്പാർട്ട്മെന്റിലെ വാച്ച്മാനായിട്ട് സംസാരിക്കണമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മാരൻ വാച്ച്മാൻ്റെ അടുത്ത് പോയിട്ട് സാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മാരൻ്റെ എളിമയൊക്കെ കണ്ടിട്ട് വാച്ച്മാൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അന്ന് മരിച്ച പെൺകുട്ടിയുടെ റൂമിലേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു കറുത്ത കാറിലാണ് വന്നതെന്നും ആ കാറിൻ്റെ നമ്പർ അടക്കം വാച്ച്മാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേൾക്കുന്നതോടെ ഇൻസ്പെക്ടറും പ്രഭയും ആകെ ഷോക്കാവുന്നതാണ്. അതായത് മാരൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും ഫ്ലാറ്റിലെ കൊലപാതകവും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവാണ്. അങ്ങനെ ഇൻസ്പെക്ടർ ആ കാർ അന്വേഷിക്കുകയാണ്. ആ കാർ ലേക്കിനടുത്ത് നിന്ന് കണ്ടെത്തിയെന്ന് പറയാണ്. അപ്പോഴാണ് മാരൻ ആ കാര്യം ഓർക്കുന്നത്. ചെന്നൈയിലെത്തിയപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു, അതായത് മീൻ പിടിക്കുന്ന ലേഡിക്ക് മീനിൻ്റെ വായിൽ നിന്നും സ്വർണ്ണമോതിരം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ്. അങ്ങനെ മാരൻ പ്രഭയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആ ലേക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് മാരൻ പറയുകയാണ്, ഇവിടെ മുഴുവൻ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിഡൻസ് കിട്ടുമെന്ന്. അങ്ങനെ അവിടെ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവിടെ പോലീസുകാരൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ഇൻസ്പെക്ടറും വരുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഈ കുള്ളം പറയുന്നത് കേട്ടിട്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറയാണ്. എന്നാൽ ഈ സമയത്താണ് ലേക്കിൽ നിന്നും കുറേ അസ്ഥിക്കൂടങ്ങൾ, അതായത് കുറേ ബോഡി പാർട്സുകളൊക്കെ കിട്ടുന്നത്. അന്ന് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ പേരൻസിൻ്റെ മകളുടേതായിരുന്നു അത്. മാരൻ അവരുടെ അടുത്ത് ക്ഷമ പറയുന്നുണ്ട്, മകളെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇൻസ്പെക്ടർ മാരനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഇതേ സമയത്താണ് അവിടെ കമ്മീഷണർ വരുന്നത്. ഈ കമ്മീഷണറുടെ മകനാണ് ഈ ഇൻസ്പെക്ടർ. ഈ കമ്മീഷണറെയാണ് നമ്മുടെ മാരൻ കോളേജ് പഠിക്കുന്ന സമയത്ത് കേസ് തെളിക്കാൻ ഹെൽപ്പ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കമ്മീഷണറിന് പ്രമോഷൻ കിട്ടുകയും അങ്ങനെ കമ്മീഷണർ ആയതൊക്കെ. അയാൾ മകനെ വിളിച്ചിട്ട് മാരൻ ഇൻ്റലിജൻ്റ് ആണെന്നും ഇനിയുള്ള അന്വേഷണത്തിൽ അവനെയും കൂടെ കൂട്ടാനും പറയുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മാരൻ്റെ ചേച്ചിയുടെ വീട്ടിൽ എലിശല്യം കൂടുന്നത്. അങ്ങനെ ചേച്ചി ഇത് പറയുമ്പോൾ മാരന് അത് എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്. അങ്ങനെ സോഫയുടെ അടിയിൽ നിന്നാണ് എലികൾ വരുന്നതെന്ന് മാരൻ കണ്ടെത്താണ്. എന്നിട്ട് ഈ സോഫ കളഞ്ഞിട്ട് പുതിയൊരു സോഫ വീട്ടിലേക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി അന്വേഷിക്കുകയാണ്. ഈ ഒരു സമയത്താണ് മാരൻ ഈ കൊലയാളിയെ കണ്ടുപിടിക്കുന്നത്. അതായത് ആ നാട്ടിലൊരു സോഫ കടയുണ്ട്. അവിടെ പുതുതായിട്ട് വരുന്ന ഒരു ഫാമിലി ആകുമ്പോൾ അവർക്ക് നല്ല സോഫ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് വാങ്ങാനായിട്ട് അവിടെ വരുന്ന പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് സോഫ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നു. അവിടെ സെൽഫോൺ മറന്നു വെക്കുന്നു. വീണ്ടും അത് എടുക്കാനായിട്ട് പോകുന്ന വേദനെ അവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലാണ് ചെയ്യുന്നത്. അങ്ങനെ മാരൻ കണ്ടെത്തുകയാണ് യഥാർത്ഥ സൈക്കോ കില്ലർ എന്നത് ആ സോഫ കടക്കാരനാണെന്ന്. അയാളെ പിടിക്കാനായി പോലീസുകാർ പോകുന്നുണ്ടെങ്കിലും ഷോപ്പിൽ അയാളെ കാണാനുണ്ടായിരിക്കില്ല. അയാൾ മാരൻ്റെ ചേച്ചിയുടെ വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് സോഫ ഡെലിവറി ചെയ്യാനായിട്ട് മാരൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. മാരൻ അയാളെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ മാരൻ അയാളെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. ബട്ട് ഈ ആൾ ഫ്ലാറ്റിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്ന സൈക്കോ ആണ്. എന്നാൽ ലേക്കിലെ പെൺകുട്ടികളെ കൊല്ലുന്നത് അത് വേറൊരു സൈക്കോ ആണ്. അത് ആരായിരിക്കും എന്ന് മാരൻ അയാളോട് ചോദിക്കുകയാണ്. അതായത് അന്ന് കാറിൽ 2 പേർ ചേർന്നിട്ടാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞല്ലോ. അതായത് ഈ സൈക്കോയുടെ കൂടെ വേറൊരു സൈക്കോ കൂടെ ഉണ്ട്. എന്നാൽ ഈ സൈക്കോ കില്ലർ അത് പറയാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ ഇറക്കാനെന്നൊക്കെ പറയാണ്. ഇതേ സമയം പോലീസുകാർക്ക് ഇയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഇയാളെ കൊല്ലാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. ഇത് കാണുമ്പോൾ അയാൾ തൻ്റെ പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് ഒരു ക്ലൂ നമ്മുടെ മാരന് കൊടുക്കുകയാണ്, അതായത് ഒരു ഗോൾഡൻ റിങ്. അപ്പോഴാണ് മാരൻ മനസ്സിലാക്കുന്നത് അവൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ആ സൈക്കോ കില്ലർ എന്നത്. അതായത് പെൺകുട്ടികളെ കൊന്ന് ലേക്കിൽ കൊണ്ടുപോയിടുന്ന ആ സൈക്കോ കില്ലർ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡാണെന്ന സത്യം നമ്മുടെ മാരൻ മനസ്സിലാക്കുകയാണ്. പിന്നീട് മാരൻ അയാളോട് സംസാരിക്കുകയാണ്. അതായത് എന്തിനാണ് ഇങ്ങനെ പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്, ഇതൊക്കെ തെറ്റില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ഇതെൻ്റെ ഒരു ഹാബിറ്റാണ്, ഇത് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലെന്ന്. മാരേജിന് മുന്നേ ഞാൻ ഒരുപാട് കൊലകൾ നടത്തിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കുറവാണെന്ന് പറയാണ്. ഇനി അഥവാ നീ ഇത് പുറത്ത് പറയുകയാണെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കും. ഓൾറെഡി നിൻ്റെ പാരൻസ് മരിച്ചു കഴിഞ്ഞ് ഇനി നീ നിൻ്റെ ചേച്ചിയുടെ ലൈഫ് കൂടി ഇല്ലാതാക്കണമെന്ന് ചോദിക്കുകയാണ്. മാത്രമല്ല ഇനിയും നീ ഇത് പുറത്ത് പറയുകയാണെങ്കിൽ നിന്നെയും നിൻ്റെ ചേച്ചിയും കൊന്നു കളയുന്നൊക്കെ അയാൾ പറയാണ്. എന്നാൽ മാരൻ അയാൾ പറയുന്നതൊക്കെ ചേച്ചിയെ കൂടെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. മതി ആകെ തളർന്നു പോയിരിക്കുകയാണ്. താൻ ഇറങ്ങി വന്നത് ഒരു സൈക്കോ കില്ലറിൻ്റെ കൂടെയാണല്ലോ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് അയാളെ കൊല്ലുകയാണ്.
അങ്ങനെ മാരൻ്റെ ചേച്ചി ആ സൈക്കോ കില്ലറിനെ കൊന്നിരിക്കുകയാണ്. എന്നാൽ പോലീസുകാർ മാരൻ കേസ് തെളിയിക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാരൻ്റെ ചേച്ചിയെ വെറുതെ വിടുകയാണ്. ആ ഇൻസ്പെക്ടർ ഈ ചേച്ചി ചെയ്ത കൊലപാതകം പുറത്ത് പറയാതെ ഇതൊരു ആക്സിഡൻ്റ് ആക്കി മാറ്റുകയാണ്. പിന്നീട് മാരനും ചേച്ചിയും കൂടി തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരികയാണ്. മാരൻ്റെ ചേച്ചി അവിടെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യാണ്. മാരൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ അച്ഛൻ്റെ ജോലിയായ പോസ്റ്റ്മാനായിട്ടും ജോലി തുടരുകയാണ്. അങ്ങനെ മതിമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ മൂവിയുടെ അവസാനിക്കുകയാണ്. മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.